കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലാണ് വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള കടകളിലാണ് ഈ തീപിടുത്തം. ഫാൻസി സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വിൽക്കുന്ന 12ഓളം കടകൾ പൂർണ്ണമായിട്ടും കത്തിനശിച്ചു. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും ഫാൻസി സാധനങ്ങളും ഉള്ള കടകളായതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു. 8 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും രാവിലെ തന്നെ നമ്മൾ കേട്ടത് വളരെ വല്ലാത്തൊരു വാർത്തയാണ്. പക്ഷേ ആളപായം ഉണ്ടായില്ല എന്നത് സമാധാനപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ പറയുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത എന്ന് വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബ്രോഡ്വേയിലെ ഈ മാർക്കറ്റിന് സമീപമുള്ള കോളുത്തറ ബസാറിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെ ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഏകദേശം 12:30 ഈ തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കോളുത്തറ ബസാറിലെ നിരവധി കടകളുള്ള, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫാൻസി ഐറ്റംസും കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടകളുടെ ഒരു സമുച്ചയത്തിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ പടരുകയും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ ഈ കാണുന്ന ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ഈ തീപിടുത്തത്തിൻ്റെ തുടക്കം എന്നാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ കടകളിലേക്ക് തന്നെ ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് നിന്നാണ് ആദ്യം തീ ഉയർന്നത്. പിന്നീട് സമീപത്തെ കടകളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. ഇന്നലെ ഈ രാത്രി ഏറെ വൈകിയ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ വ്യാപാരികളോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്ഥലത്ത് ശുചീകരണത്തിന് വരുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ തീപിടുത്തം ആദ്യം കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തിരുന്നു. പുലർച്ചയോളം ഈ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നീണ്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. 8 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഈ തീ അണക്കുന്നതിന് വേണ്ടി ഇന്നലെ ഇങ്ങോട്ട് എത്തിയത്. ഏതായാലും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ആളഭയമില്ല. മറ്റ് ഈ തീപിടുത്തത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ മറ്റ് നഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും നിരവധി കടകൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കൂടി ഉള്ള ഒരു സാഹചര്യമായിരുന്നു തന്നെ സാധാരണ സമയത്തെല്ലാം നിരവധി ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി വളരെ വൈകിയതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. ഏതായാലും ഈ കെട്ടിടങ്ങളുടെ ഒരു ഉടമസ്ഥൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്നലെ രാത്രി ഇവർ കടയെല്ലാം അടച്ചുപോയി. ഇവിടെ വാടകക്കാർ അടച്ച് ഒരു 12:30 മണിയായിട്ടുണ്ടാവും. ആ സമയത്ത് അവരോട് പോയി അവിടേക്ക് വിളി വന്ന് ഇവിടെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു തമിഴ് ആളുണ്ട്. അദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് തീ കാണുന്നത്. അദ്ദേഹം കണ്ട അപ്പം തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അവർ ഫയറിനെ വിളിച്ച് പറഞ്ഞ് ഫയറുകാർ വന്ന് ഏതാണ്ട് ഒരു 3-3:30 അത് പൂർണ്ണമായി കിടത്താൻ സാധിച്ചത്. അപ്പം അത് അവരാ സമയോചിതമായി വന്നത് കാരണമാണ് ഈ അപകടം ഒഴിവായത്. അല്ലെങ്കിൽ ഈ 10-60 കടകളും കോടിക്കണക്കിന് രൂപയുടെ, ചെറിയ തുകയല്ല, ഒരു കടയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-30-40 കോടി ഒരു കടയിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ 60 കോടി രൂപയുടെ 60 കടകളുണ്ട്. അപ്പോൾ എത്രയോ കോടിയാവും ഇവിടെ. ആ സാധനങ്ങൾ മുഴുവൻ നശിച്ചേനെ. എങ്ങനെയാണ് ഈ തീയുടെ ഒരു തുടക്കം? ഒരുപാട് ചവറ് അവിടെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ കെട്ടിടം, ഇവിടെ ഒരു അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ ഇത് ഗ്രൗണ്ട് റെന്റ് സ്ഥലമുണ്ട്. അവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നത് കോടതി തടഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി അവർ കെട്ടി അടച്ച് അവിടെ ഈ കടയുടെ ഫ്രണ്ടൊക്കെ അടച്ചു വെച്ചേക്കണേ. ആ ഭാഗത്ത് കൊണ്ട് ഈ വേസ്റ്റ്, ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ അടച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടും. അതെല്ലാം പേപ്പർ വേസ്റ്റ്, പല വേസ്റ്റുകളും ഉണ്ട്. അവിടെ നിന്നാണ് തീ പടർന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീപിടുത്തത്തിൻ്റെ കാരണം എന്തെങ്കിലും അങ്ങനെ വിവരമുണ്ടോ? അതിനകത്ത് വേറെ ഫയർ പ്ലേ വല്ലതും നടന്നിട്ടാന്ന് അറിയില്ല. അത് ഈ പോലീസ് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പം അവിടെ നിന്നാണ് തീ പറഞ്ഞതെന്നാണ് മനസ്സിലാകുന്നത്. വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി ഒരു അറിവില്ല ഇപ്പം. ഏതായാലും